തോറ്റ സമരങ്ങൾ നടത്തി നല്ല ശീലമായിരിക്കുന്നു ഇടതുമുന്നണിക്ക്. ഏറ്റവും ഒടുവിൽ മുന്നണിയുടെ വല്യേട്ടനായ CPIM നടത്തിയ പാചകവാതക സമരവും അറം പറ്റിയതുപോലെയായി. ഗ്യാസ് കുറ്റി പോലെ ചീറ്റിപ്പോയി എന്ന് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നു. അങ്ങ് ദില്ലിയിൽ കോൺഗ്രസുകാരെ പോലും ഞെട്ടിവിറപ്പിക്കാൻ പോന്ന സമരം എന്ന് പിണറായി പറയും. ഇനി ആ തോറ്റ മഹോത്സവമാണ്. ആവർത്തന വിരസത തോന്നുന്നുണ്ടെങ്കിൽ അത് ഡെമോക്രസിയുടെ കുറ്റമല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കാം. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. കഴിഞ്ഞ 4 ദിവസമായി നിരാഹാര സമരം കേരളത്തിലെ 1400ഓളം കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ഏതായാലും അതിന് ഫലമുണ്ടായി. അതിൻ്റെ ഭാഗമായി 12 സിലിണ്ടർ അനുവദിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ അതിൽ നിഷേധാത്മക സമീപനം സ്വീകരിച്ച മന്ത്രി തന്നെ ഉത്തരവായി കഴിഞ്ഞെന്നും 12 സിലിണ്ടർ സബ്സിഡി നിരക്കിൽ നൽകുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സബ്സിഡി സിലിണ്ടർ 12 ഉയർത്തിയ സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ നടത്തിവരുന്ന നിരാഹാര സമരം ഇപ്പോൾ അവസാനിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഇത് കേരളത്തിലെല്ലായിടവും ഈ സമരം വലിയ ജനപിന്തുണ നേടിക്കൊണ്ടാണ് നടന്നത്. ആ പിന്തുണ നൽകിയ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ജനകീയ പ്രശ്നത്തിൽ എല്ലാവരും കൂടിയുള്ള ഇടപെടലാണ് തുറന്നും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. ഇന്ന് തൊട്ട് ഈ സമയം തൊട്ട് നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന നിലയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിങ്ങളെല്ലാവരും എല്ലാവരുടെ എത്തിക്കുകയല്ലേ. അപ്പോൾ ഈ അറിയിപ്പ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനിപ്പിക്കുന്ന നിലയെടുക്കും. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? രാഹുൽ ഗാന്ധി നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. നേരത്തെയുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണല്ലോ. അതേ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ആ തിരുത്തേണ്ടി വന്നത് ജനങ്ങളുടെ ശക്തമായ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ പ്രതികരണത്തിന് ഞങ്ങളാലാകാവുന്ന രീതിയിൽ പങ്കുവഹിച്ചു എന്ന് മാത്രം കണ്ടാൽ മതി. അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ, നിനക്ക് ഞാൻ പച്ചവെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നെ എടുത്തു വെക്കും. അല്ല, ഇതേ കോൺഗ്രസ് അല്ലേ മറിച്ച് തീരുമാനിച്ചിരുന്നത്. ആ കോൺഗ്രസിനെ കൊണ്ട് ഇത്തരത്തിൽ തീരുമാനമെടുപ്പിക്കുന്നതിന് ഇടയാക്കിയത് എന്താ? ഗവൺമെന്റ് തീരുമാനം പ്രഖ്യാപിക്കാൻ ഇടവരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണല്ലോ. ആ ജനങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗം നമ്മൾ കാണാതിരിക്കരുത്. അതിനകത്ത് ഞങ്ങളുടേതായ പങ്ക് വഹിക്കുകയാണ് ചെയ്തത്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേലമായി. തൃപ്തരാകാത്തവരുണ്ടാവും. കാരണം 12 സിലിണ്ടർ പോരാ, ധാരാളം സിലിണ്ടർ വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ 9-ൽ നിന്ന് 12-ലേക്ക് വർദ്ധിക്കുക എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ലല്ലോ. അത് പൊതുവിലൊരാവശ്യമായിട്ട് ഉയർന്നു വന്നതാണ്. ഞങ്ങളേതായാലും 12 സിലിണ്ടർ എന്ന ആവശ്യമാണ് നേരത്തെ ഉന്നയിച്ചിരുന്നത്. അതിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ഞാൻ അതിനെപ്പറ്റി പറയാൻ ആളല്ല. എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നത് എനിക്ക് പറയാനാവില്ല. പക്ഷേ ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. തീർച്ചയായും സമരത്തിന്റെ മുദ്രാവാക്യം അംഗീകരിക്കപ്പെടുക എന്നത് നിസ്സാര കാര്യമല്ല. അതിലെ ഒരു ഭാഗം നല്ല രീതിയിൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിറത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അല്ല, ഞാനങ്ങ് പറഞ്ഞു തീർന്നോട്ടെ. എന്താ നിങ്ങൾക്ക് ഇത്ര ധൃതി? അപ്പോട്ടോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും
അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, ഇമാതിരി സമരങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഒബാമയെ പോലുള്ള ആഗോള സാമ്രാജ്യത്വ ശക്തികളെ ഒതുക്കാനും ഒരു നിരാഹാരം സംഘടിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് തറക്കല്ലിടൽ. പണി താമസിച്ചാൽ വേറൊരു പണി എനിക്ക് കിട്ടും. കാരണം കല്ലിട്ടയാളിനെ ആയിരിക്കും പിന്നീട് ആളുകൾ ശപിക്കുന്നത്. ദയവായി എന്നെ ശപിക്കാൻ ഇടയാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.